ഹായ് സ്റ്റുഡൻസ്, ഐ ആം പ്രിയ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ആദ്യമായി വാച്ച് ചെയ്യണവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ ആൻഡ് ആൾസോ പ്രസ് ബെൽ ഐക്കൺ ടു ഗെറ്റ് അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻസ്. താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ഫോറിൻ പ്രോപ്പർട്ടി. ഇഫ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് സിറ്റുവേറ്റഡ് അബ്രോഡ്, ദ ആനുവൽ വാല്യൂ ഓഫ് സച്ച് പ്രോപ്പർട്ടി ഷാൾ ബി ടാക്സബിൾ ആസ്. ഓർഡിനറി റെസിഡന്റ് കേസിൽ ഓൾവേസ് ടാക്സബിൾ ആണ്. നോൺ റെസിഡന്റ് അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ടാക്സബിൾ ഇഫ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ ഹൗസ് പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യണ അബ്രോഡ് ആയിരിക്കാം അല്ലേ, അതിന്റെ ആനുവൽ വാല്യൂ എങ്ങനെ ടാക്സ് ചെയ്യും? ഓർഡിനറി റെസിഡന്റ് കേസിൽ എല്ലായ്പ്പോഴും ആൾവേസ് ടാക്സബിൾ ആണെന്ന് പറയുന്നു. പക്ഷേ നോൺ റെസിഡന്റ് അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ അവരുടെ എപ്പോഴാണ് ടാക്സ് ചെയ്യുക? ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യണമെങ്കിൽ മാത്രമേ അവരുടെ എന്ത് ചെയ്യുള്ളൂ? ടാക്സ് ചെയ്യുള്ളൂ എന്നാണ് ഇവിടെ പറയണത്. അടുത്ത പോയിന്റ് ഡിസ്പ്യൂട്ടഡ് ഓണർഷിപ്പ് എന്നാണ്. ഇഫ് ദ ടൈറ്റിൽ ഓഫ് ഓണർഷിപ്പ് ഈസ് disputed in a court of law, the income is chargeable in the hands of the recipient of income or the person who is in possession of the property. അപ്പോൾ ഓണർഷിപ്പിൽ തർക്കം നിലനിൽക്കുന്ന കേസുകളാണെങ്കിൽ ആരാണ് ഓണർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പോൾ ആ കേസിൽ നമ്മൾ ആരുടെ മേലിലാണ് ടാക്സ് ചുമത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ റിസീപ്റ്റ് ഓഫ് റെന്റൽ ഇൻകം റിസീവ് ചെയ്യണത്, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റൽ ഇൻകം റിസീവ് ചെയ്യുന്ന ആരാണോ അയാളായിരിക്കും ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥൻ. അല്ലെങ്കിൽ ആരുടെ കൈവശമാണോ പ്രോപ്പർട്ടി ഉള്ളത് അയാളാണ് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഏത് കേസിൽ? ഡിസ്പ്യൂട്ടഡ് ഓണർഷിപ്പ് എന്നുള്ള കേസിൽ. അടുത്ത പോയിന്റ് കോ ഓണർഷിപ്പിന്റെ കേസാണ്. സെക്ഷൻ 26 പ്രകാരം. അപ്പോൾ അത് where the property is owned by two or more persons jointly and their respective shares are definite, income from such property shall be assessed separately. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിക്ക് ഒന്നിൽ കൂടുതൽ ഓണേഴ്സ് ഉണ്ടാകുന്ന വയ്ക്കുക. ആ ഓരോ ഓണേഴ്സിന്റെയും ഷെയർ ഡെഫിനിറ്റ് ആണ്, നമുക്ക് പറയാൻ പറ്റണം. ഇപ്പൊ A 1/4 ഹോൾഡ് ചെയ്യണോ, B 3/4 ഹോൾഡ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഡെഫിനിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഓരോരുത്തരുടെ ഷെയറും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ടാക്സ് ചെയ്യാം അല്ലെ. ഷെയർ ഡെഫിനിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് ചെയ്യാൻ പറ്റണത്. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓരോ ആൾക്കാരുടെ പേരിൽ സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് കോമ്പോസിറ്റ് റെന്റിനെ കുറിച്ചിട്ടാണ്. ഇഫ് എ ബിൽഡിംഗ് ഈസ് ലെറ്റ് ഔട്ട് അലോങ് വിത്ത് അതർ ഫെസിലിറ്റീസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, കൂളർ, ലിഫ്റ്റ്, വാട്ടർ പമ്പ്, വാട്ടർ ടാക്സ് for a composite rent, and if the rent of building can be separated from the rent of other facilities, rent belonging to the building is taxed under the head income from house property. ഇവിടെ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സെപ്പറബിൾ അസറ്റ് ആണ് അല്ലെ. റെന്റ് ഓഫ് ബിൽഡിങ്ങും അതർ ഫെസിലിറ്റിയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റെന്റ് ഓഫ് ബിൽഡിംഗ് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതർ ഫെസിലിറ്റീസ് ഒന്നുമില്ലെങ്കിൽ PGBP അല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. അത്ര ഇവിടെ മനസ്സിലാക്കാനുള്ളൂ. പിന്നെ ഇൻസെപ്പറബിൾ കേസസ് ആണെങ്കിൽ അല്ലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. റെന്റ് ഓഫ് ബിൽഡിങ്ങും അതർ ഫെസിലിറ്റീസും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ലിഫ്റ്റിന്റെ കേസിൽ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഓഡിറ്റോറിയം, ഹോട്ടൽ ഇതിന്റെയൊക്കെ കേസിലാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ റെന്റ് ഓഫ് ബിൽഡിങ്ങും മറ്റുള്ള ഫെസിലിറ്റീസും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഒരു ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുത്തിട്ട് എനിക്ക് ചെയർ വേണ്ട, ഞാൻ കൊണ്ടുവരാൻ നമ്മൾ ആരെങ്കിലും പറയൂ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും എന്തിരിക്കുക ആ റെന്റിൽ വരിക. അപ്പൊ അത് നമുക്ക് ഇൻസെപ്പറബിൾ എന്നാണ് പറയുക. ആ ഇൻസെപ്പറബിൾ എന്നുള്ള കേസിൽ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യില്ല. ഒന്നുമില്ലെങ്കിൽ അത് PGBP അല്ലെങ്കിൽ അതർ സോഴ്സ് എന്നുള്ള ഹെഡിലാണ് എന്ത് ചെയ്യുക? ടാക്സ് ചെയ്യുക. മനസ്സിലായോ? കോമ്പോസിറ്റ് റെന്റിന്റെ കേസിൽ റെന്റ് ഓഫ് ബിൽഡിങ്ങും അതർ ഫെസിലിറ്റിയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. റെന്റ് ഓഫ് ബിൽഡിംഗ് ഈ ഹെഡിൽ ടാക്സ് ചെയ്യും, ബാക്കിയുള്ള ഫെസിലിറ്റീസ് PGBP അല്ലെങ്കിൽ അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. ഇൻസെപ്പറബിൾ ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ നമ്മളത് ഈ ഹെഡിലേ എടുക്കുന്നില്ല, അത് നമ്മൾ PGBP അല്ലെങ്കിൽ അതർ സോഴ്സിലാണ് നമ്മൾ എടുക്കുന്നത്. അടുത്ത പോയിന്റ് property held as stock in trade, section 23 subsection 5. Where the property is held as stock in trade and not let out during any part of the previous year, the annual value of such property or part of the property shall be nil. This benefit would be available for the period up to 2 years from the end of the financial year in which certificate of completion of
കൺസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ കോമ്പിറ്റന്റ് അതോറിറ്റി. ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടി സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് ഹെൽഡ് ചെയ്യണം. പ്രീവിയസ് ഇയറിൽ അത് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൗസ് പ്രോപ്പർട്ടി ആനുവൽ വാല്യൂ നില്ലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് എത്ര വർഷത്തേക്കാണ് ഈ ബെനിഫിറ്റ് നമുക്ക് അപ് ടു 2 years നമുക്ക് ഈ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? ടാക്സ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ദിസ് ബെനിഫിറ്റ് ഈസ് അവൈലബിൾ would be available for the period up to 2 years from the end of the financial year in which certificate of completion of construction of property is obtained from the competent authority. അല്ലേ, എന്നാണോ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് അന്ന് തൊട്ട് അപ് ടു 2 വർഷം നമുക്ക് ഈ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കാം. അതിന് ശേഷമാണെങ്കിൽ ഇത് ടാക്സ് ചെയ്യുമെന്നാണ് ഇവിടെ പറയണത്. മനസ്സിലായോ? അടുത്ത ഹെഡ് എക്സംപ്റ്റഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ്. അതിലെ ഫസ്റ്റ് പോയിന്റ് ഇൻകം ഫ്രം ഫാം ഹൗസ് അല്ലെ. ഫാം ഹൗസ് നിന്ന് കിട്ടുന്ന ഇൻകം എക്സംപ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ അഗ്രികൾച്ചർ രംഗത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആനുവൽ വാല്യൂ ഓഫ് 1 palace ഓഫ് എക്സ് ഇന്ത്യൻ റൂളർ പ്രൊവൈഡഡ് the same is not let out. അല്ലെ, എക്സ് ഇന്ത്യൻ റൂളറുടെ ഒരു പാലസ്, ഒരു കൊട്ടാരത്തിന് നമുക്ക് എക്സംഷൻ കിട്ടും. എങ്ങനെയാണെങ്കിൽ അത് ലെറ്റ് ഔട്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ സെൽഫ് ഓക്യുപ്പൈഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൺഡ് ബൈ. അല്ലെ, ആരൊക്കെ ഈ ഹൗസ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആരൊക്കെ ആവാം? ലോക്കൽ അതോറിറ്റി, സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ, ചാരിറ്റബിൾ ട്രസ്റ്റ്, പൊളിറ്റിക്കൽ പാർട്ടി, യൂണിവേഴ്സിറ്റി ഓർ അതർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ് ഓർ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അല്ലെ, ഈ ഹൗസ് പ്രോപ്പർട്ടി ഇവരൊക്കെ ഓൺ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സംഷൻ കിട്ടുമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ അസസീസ് ഓൺ ബിസിനസ് ഓർ പ്രൊഫഷൻ. അല്ലെ, ഈ ഹൗസ് പ്രോപ്പർട്ടി അയാളുടെ ബിസിനസ് ഓർ പ്രൊഫഷൻ തന്നെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആണെന്നാണ് ഇവിടെ പറയണത്. അടുത്തത് ഇൻകം ഫ്രം വൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ്. അല്ലെ, സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് എന്ന് പറയുന്നത് അയാളെ സ്വന്തമായി താമസിക്കേണ്ടത്. അതിന് കിട്ടുന്ന വല്ല ഇൻകം ഉണ്ടെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ഇൻകം ഫ്രം ഹൗസ് meant for self-residence but could not be occupied throughout the previous year on account of his service, business or profession at any other place. അല്ലെ, അയാളുടെ ഒരു ഹൗസിൽ അല്ലെ അയാൾ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, പക്ഷെ അയാൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ജോലി വേറൊരു സ്ഥലത്താണ് അല്ലെ, ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് എനിയതർ വേറൊരു പ്ലേസിലാണ്. പക്ഷെ അയാൾക്ക് അവിടെ ത്രൂ ഔട്ട് ദ ഇയറിൽ അവിടെ സെൽഫ് ഓക്യുപ്പൈഡ് ആണ്, പക്ഷെ അവിടെ താമസിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിലും അത് എക്സംപ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇൻകം ഫ്രം ഹൗസ് മെന്റ് ഫോർ സെൽഫ് റെസിഡന്റ് ബട്ട് കുഡ് നോട്ട് ബി ഓക്യുപ്പൈഡ് ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ബിസിനസ്, പ്രൊഫഷൻ, സർവീസ് അറ്റ് എനി അതർ പ്ലേസ് എന്നാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഹൗസ് അയാൾ സെൽഫ് റെസിഡൻസിന് വേണ്ടി വെച്ചത് തന്നെയാണ്, പക്ഷെ അയാൾക്ക് അവിടെ താമസിക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അയാളുടെ ബിസിനസ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നത് വേറൊരു സ്ഥലത്ത്, ജോലി വേറൊരു സ്ഥലത്താകുമ്പോൾ അയാൾക്ക് അവിടെ താമസിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഹൗസ് ആണെങ്കിലും അതിനെ നമ്മൾ എക്സംപ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറയണത്. ക്ലിയർ ആയോ?